എന്തു പറ്റി വിവേക്? ഞാനെത്താൻ ലേറ്റ് ആയതുകൊണ്ടാണോ? പിണക്ക? എന്തെങ്കിലും പറയൂ വിവേക്. അമ്മയ്ക്ക് എന്തു പറ്റി? ഒന്ന് പറയൂ വിവേക്, പ്ലീസ്. അമ്മയ്ക്ക് തീരെ സുഖമില്ല പമ്മു. പാഠം 1, അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറ. അപ്പൊ ഒരു പക്ഷെ അവൾ സെന്റിമെന്റലാവും. ദേ കണ്ണീന്ന് കുടുകുടാ കണ്ണീര് വരാം. അങ്ങനെ അവളെ കയ്യിലെടുക്കണം. സാരമില്ല, അമ്മയ്ക്കൊന്നും വരില്ല. പാഠം 2. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നിനക്ക്. ബാക്കിയൊക്കെ നിന്റെ മിടുക്ക് പോലിരിക്കും. ഗുണപാഠം. ഇവന്മാര് പലതും പറയും, നീ സൂക്ഷിക്കണം കേട്ടോ. വിവേകിനെ ഞാൻ ഇങ്ങനല്ല കരുതിയത്. അത് വിവേകിന്റെ ഇന്റൻഷൻ അതെനിക്ക് മനസ്സിലായി. ബട്ട് ദിസ് കൈൻഡ് ഓഫ് ഫ്ലോട്ടിംഗ്, അമ്മയ്ക്ക് സുഖമില്ലാത്ര. എനിക്ക് മതിയായി വിവേക്, മതിയായി. ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും എനിക്ക് കിട്ടാറില്ല. എന്റേതൊന്നും അവകാശപ്പെടാൻ എനിക്കൊന്നുമില്ല. ഞാൻ ഇവിടെ വിട്ട് പോവാ വിവേക്, ഇനി കാണലുണ്ടാവില്ല. പക്ഷെ വിവേകിനെ എനിക്കിഷ്ടം. ചില 3-ാം കിട കാമുകന്മാരെ പോലെ നീ അവരോട് പെരുമാറിയത്. എന്നിട്ടിരുന്ന് മോങ്ങുന്നു. മാഷെ അത് പിന്നെ രഘു ഷാജിയും പറഞ്ഞതനുസരിച്ച്. നീ തുള്ളി. എടാ അവക്കിഷ്ടം നിന്നോട് മാത്രമായിരുന്നു, അല്ലാതെ എല്ലാരോടും ചേർത്തായിരുന്നില്ലല്ലോ. എടാ ഈ സ്നേഹവും വൈദ്യുതിയും ഒരുപോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇതിപ്പോ ഒരു ചെറിയ ഷോക്ക് തട്ടിയേ ഉള്ളൂ, ഇനി ആ വഴിക്ക് പോണ്ട. ഇതിനൊക്കെ കാരണക്കാരൻ ഞാനാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. മാഷെ ആ കുട്ടി ഇവിടുന്ന് പോകുന്നു പറഞ്ഞു. പൊക്കോട്ടെ, നിന്റെ ഒക്കെ ഇടയിൽ ഏത് നരകത്തിലെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ. ഇല്ല മാഷെ, ഞാൻ ഒരിക്കലും ആ കുട്ടിക്ക് ഒരു ശല്യം ആവില്ല. എടാ മണങ്ങൂസേ, അവൾ എങ്ങോട്ട് പോകാനാ? എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. നിന്നെ മെരുക്കാൻ ഒരു ചെറിയ നമ്പർ, അത്രേ ഉള്ളൂ. ചിലപ്പോ സത്യമായിട്ട് പറഞ്ഞാണെങ്കിലോ? സിസ്റ്ററെ, അവനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല, എല്ലാം ഞങ്ങളുടെ തെറ്റാ. സോറി. സത്യമായിട്ടും
അവനൊരു പാവ. പാർവതി പ്ലീസ്, പിണങ്ങിപ്പോയ അവനെ ഞങ്ങൾക്ക് മിസ് ചെയ്യും. പിന്നെ ഗാങ്ങിന്റെ ഒരു പാർവതി പ്ലീസ് പ്ലീസ്. ഇനി ഈ ബാറ്റ് വേണ്ട. എന്താ അല്ലേ? ഇനി മുതൽ ഈ ബാറ്റ് വീട്ടിൽ വെക്കണ്ടെന്ന് പറഞ്ഞു. ആര്? ചേച്ചി പറഞ്ഞു. വിവേകിനെ ശരിക്കൊന്ന് വേദനിപ്പിക്കാനാ ഞാൻ പിണങ്ങിയത്. നല്ല കുട്ടിയാവാൻ മോഹനങ്ങളുടെ വീട്ടിൽ പോകാൻ നേരത്തെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നതാ. കുറേ ദിവസം നിൽക്കണമെന്നും കരുതിയതാ. അവിടെ എത്തിയപ്പോൾ തിരിച്ചു പോരാൻ ധൃതിയായി. അതിന്റെ കാരണക്കാരൻ വിവേക. പമ്മു പിണങ്ങിയത് നന്നായി. ഇപ്പോഴെനിക്ക് അറിയാൻ പറ്റിയല്ലോ പമ്മുവിനെ കാണാണ്ടിരിക്കുമ്പോൾ ഉള്ള പ്രയാസം. പിന്നെ മാഷ് പറഞ്ഞു പിണങ്ങിക്കഴിഞ്ഞ് കൂടുമ്പോൾ നല്ല രസമായിരിക്കുന്നു. ശരിയല്ലേ അത്? മാഷിനടുത്തൊക്കെ പറഞ്ഞു. ഏയ് മാഷ് എന്തല്ല മാഷാ. മാഷിന് കുറച്ച് വാടക കുടിശ്ശിയുള്ളത്. അമ്മയോട് പറഞ്ഞൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ പമ്മുവിന്? അമ്മ ഓടിക്കും. പുതിയ വാച്ചാണല്ലേ പമ്മുവിന്റെ? ആ, മോഹനങ്ങളുടെ കയ്യിലേ ഡാഡി കൊടുത്തയച്ചതാ. ഓ, എന്നെ കാണിക്കാൻ കെട്ടിക്കൊണ്ടുവന്നായിരിക്കും. അയ്യേ, ദുബായ് വാച്ച്. ഇത് സാധാരണ ദുബായ് വാച്ച് ഒന്നുമല്ല, മ്യൂസിക്കൽ വാച്ച്. എന്ത് മ്യൂസിക്? ദേ കേൾപ്പിച്ചേരട്ടെ.